ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ AF എന്ന ഫാൻമെയ്ഡ് മാങ്കയുടെ പാർട്ട് 3 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ സുപ്രീം ഗായിയുടെ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ സുപ്രീം ഗായി ആണെങ്കിൽ ഓൾഡ് ഗായിനോട് ഫ്രീസയുടെ മകനായിട്ടുള്ള ഐസ എർത്തിൽ വന്നു. ഫ്രീസ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഐസയും ഇവിടെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഗോകുവിനെ മനസ്സിലാക്കി എർത്തിൽ വന്നിട്ടാണ് ഉള്ളത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൾഡ് ഗായിനോട് സുപ്രീം ഗായി പറയുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ ഓൾഡ് ഗായി പറയും, ഇപ്പോൾ നമ്മുടെ ഗോകു ഇല്ലെങ്കിൽ എന്താ, വെജിറ്റയും ഗോഹാനും ഇല്ലേ, അവന്റെ കാര്യം അവർ നോക്കിക്കോളുമെന്നും പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സുപ്രീം ഗായി പറയുന്നുണ്ട്, ഈ ഒരു ഫ്രീസയുടെ മകനായിട്ടുള്ള ഐസെ ഇവരെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഇത് കേൾക്കുന്ന ഓൾഡ് ഗായി ആണെങ്കിൽ എന്നാൽ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു ഗ്ലാസ് പോലുള്ള ബൗളിലൂടെ എർത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കാണുന്ന ഓൾഡ് ഗായിക്കും സംഭവം എന്താണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ഓൾഡ് ഗായി പറയും, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എർത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. നമ്മൾ സുപ്രീം ഗായ്സ് ആയതുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനും സാധിക്കില്ല. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ സുപ്രീം ഗായി പറയും, എന്നാൽ പിന്നെ നമ്മുടെ ഗോകുവിനെ റിവൈവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നിലവിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ ഒരു എർത്ത് പ്ലാനറ്റ് വെജിറ്റയുടെയും ഗോഹാന്റെയും കയ്യിലാണുള്ളത്. അവർക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുമുള്ളൂ. അങ്ങനെ അതിനുശേഷം ഇവിടെ കാമി ഹൗസ് ആണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ മാസ്റ്റർ റോഷിയുടെ ആ ഒരു വീട്. ഇവിടെ മാസ്റ്റർ റോഷിയെ നോക്കിക്കഴിഞ്ഞാൽ പതിവ് പോലെ തന്റെ ബുക്കൊക്കെ വായിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായ ക്രില്ലനും ആൻഡ്രോയിഡ് 18 ഈ ഒരു സംഭവം സെൻസ് ചെയ്ത് നമ്മുടെ ക്രില്ലൻ പറയാൻ തുടങ്ങും, എന്റെ അവസ്ഥ ഇങ്ങനെയായി പോയി, എനിക്കും അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് എന്നും നമ്മുടെ ക്രില്ലൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ക്രില്ലിനെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത്രയധികം വയസ്സായി. എന്നാൽ ഇത് കേട്ട നമ്മുടെ മാസ്റ്റർ റോഷി പറയും, അതിനിപ്പോൾ എന്താണ് കുഴപ്പം, എല്ലാവർക്കും എല്ലാവരെ പോലെയും സ്ട്രോങ്ങർ ആകാൻ സാധിക്കില്ല. നീ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതി നീ നിന്നെ തന്നെ ഒരിക്കലും തരം താഴ്ത്തരുത്. ഇപ്പോൾ നമ്മുടെ എർത്ത് ഗോഹാന്റെയും വെജിറ്റയുടെയും കയ്യിലാണ്. എർത്ത് നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അവർ സ്പോട്ടിൽ തന്നെ തീരുമെന്നും മാസ്റ്റർ റോഷി പറയുന്നു. ഈ സമയം നമ്മുടെ ക്രില്ലൻ പറയും, ഗോകു ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് ഇമോഷണൽ ആകാൻ തുടങ്ങും. ഇത് കേട്ട് നമ്മുടെ ക്രില്ലന്റെ മകളാണെങ്കിൽ, പാപ്പ അപ്പോൾ ഗോകു മരിച്ചോ എന്നും ക്രില്ലനോട് ചോദിക്കുന്നു. അപ്പോൾ ക്രില്ലനും കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ പറയാൻ കഴിയുന്നില്ല. മരിച്ചു എന്നാണ് തോന്നുന്നത് എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മുടെ ഐസയും സി ഫൈറ്റേഴ്സിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഐസ ഇവിടെ പറയാൻ തുടങ്ങും, നീ എന്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടോ എന്ന് പറഞ്ഞ് ഐസ സ്ക്രീം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ തന്നെ ഐസയുടെ പുറത്ത് ഒരു കൊമ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ പതിയെ പതിയെ ഐസയുടെ രൂപം മുഴുവനായിട്ടും മാറുന്ന രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, പൊതുവെ ട്രാൻസ്ഫോർമേഷനിൽ മാറുന്ന സമയത്ത് ബോഡിക്ക് ചുറ്റും ആ ഒരു ഓറ വരുന്നതും ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നതൊക്കെയാണ് നമ്മൾ പൊതുവെ കാണാറ്. എന്നാൽ ഇവിടെ ട്രാൻസ്ഫോർമേഷനിൽ മാറുന്ന സമയത്ത് വലിയൊരു ബ്ലാസ്റ്റ് ആണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. അങ്ങനെ പുതിയൊരു ട്രാൻസ്ഫോർമേഷനിൽ മാറിയ നമ്മുടെ ഐസിയുടെ കീ എനർജി സെൻസ് ചെയ്ത് ബാക്കിയുള്ള സി ഫൈറ്റേഴ്സ് എല്ലാവരും തന്നെ ഷോക്ക് ആകുന്നു. അതുകൂടാതെ നമ്മുടെ പാനിനോടും നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് നമ്മുടെ ഗോഹാൻ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മുടെ പാനാണ്. കാരണം പാനിന് ഇപ്പോൾ സൂപ്പർ സൈനിലും പോലും മാറാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഫൈനലി ഐസയുടെ ആ ഒരു ട്രൂ ഫോം കാണിക്കുന്നു. നമ്മുടെ കൂളറിന്റെ ഒക്കെ ഫൈനൽ ഫോം കണ്ടിട്ടില്ലേ, അതിന്റെ കുറച്ചുകൂടി ഒരു മോഡിഫൈഡ് വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൂളറിനേക്കാളും കുറച്ചുകൂടി അടിപൊളി ലുക്ക് എനിക്ക് ഐസയെ കണ്ടപ്പോൾ തോന്നി. ഇതേ സമയം നമ്മുടെ കിങ്കായി ആണെങ്കിൽ ഇത് സെൻസ് ചെയ്ത് എർത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന രീതി അവിടെ നിന്ന് പറയാൻ തുടങ്ങുന്നു. കൂടാതെ ഇപ്പോൾ ഗോകു ഇല്ലാത്തത് കൊണ്ട് ഇവരെ കൊണ്ട് തടഞ്ഞു നിർത്താൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിങ്കായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രൂ ഫോമിൽ മാറിയ നമ്മുടെ ഐസി ആണെങ്കിൽ എർത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ ഒരു തീരുമാനമാക്കാമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഉണ്ടായ എല്ലാവരും പതിയെ ഓരോന്നായി വീഴാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസയുടെ ആ ഒരു കീ എനർജി മുഴുവനായിട്ടും അവിടെ സ്പ്രെഡ് ആയിട്ടാണ് ഉള്ളത്. അതുപോലും മറ്റുള്ളവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. നമ്മുടെ പാനിന് പോലും മര്യാദയ്ക്ക് നേരെ നിൽക്കാൻ കൂടി കഴിയുന്നില്ല. അങ്ങനെ ഐസി ആണെങ്കിൽ തന്റെ കീ എനർജി പതിയെ ഒന്ന് ലൈറ്റായി ഇൻക്രീസ് ചെയ്യും. ആ ഒരു ഇമ്പാക്റ്റിൽ തന്നെ എല്ലാവരും തെറിച്ച് ഓരോ സ്ഥലത്തായി വീഴുന്നു. അങ്ങനെ ഐസയും ഇവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് തന്നെ ഐസ പറന്നുപോയി ഊബിനെ നോക്കി ഒരു പഞ്ച് കൊടുക്കുന്നു. ഇത് കാണുന്ന ഗോട്ടങ്സ് ആണെങ്കിൽ ഐസയെ നോക്കി ഒരു പഞ്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ഐസയുടെ ബോഡി എന്ന് പറയുന്നത് കല്ല് പോലെയാണ് ഉള്ളത്. നമ്മുടെ ഗോട്ടങ്സിന്റെ കൈ വരെ ഒടിഞ്ഞു പോകുന്നു. അങ്ങനെ നമ്മുടെ ഗോട്ടങ്സിനെ രക്ഷിക്കാനാണെങ്കിൽ നമ്മുടെ ഗോഹാൻ ഐസയുമായിട്ടുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോഹാന് ഐസയെ ഒന്ന് തൊടാൻ കൂടി കഴിയുന്നില്ല. ഈ സമയം നമ്മുടെ സൂപ്പർ സൈൻ 4ലുള്ള ഗോഹാൻ കാമേഹാമേഹ യൂസ് ചെയ്ത് ഐസയെ നേരെ വിടുന്നു. എന്നാൽ ഐസ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് തട്ടി മാറ്റുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചത്. ആ ഒരു കാമേഹാമേഹ മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ വീഴുന്ന സമയത്ത് അവിടെ വലിയൊരു ഇമ്പാക്ട് ആണ് ഉണ്ടായത്. ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാമേഹാമേഹ അത്രയും പവർഫുൾ ആയതാണ്. എന്നിട്ട് പോലും ഐസ അത് ഈസി ആയിട്ട് തട്ടി മാറ്റി. ഇതൊക്കെ കാണാൻ നമ്മുടെ ഗോഹാൻ വരെ ഷോക്കായി പോകുന്നു. അങ്ങനെ നമ്മുടെ വെജിറ്റയും പറയും, ഇനി കാമേഹാമേഹയും ഒരു ടെക്നിക്ക് പോലും ഇവന്റെ അടുത്ത് വർക്കാകില്ല. ഇതുപോലുള്ള വില്ലനെ നമ്മൾ ഒരിക്കൽ പോലും ഫേസ് ചെയ്തിട്ടില്ല. അങ്ങനെ അതിനുശേഷം പിന്നെയും
ഐസയും ഗോഹാനും തമ്മിൽ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐസയുടെ ഒരൊറ്റ അറ്റാക്കിൽ തന്നെ നമ്മുടെ ഗോഹാനും താഴെ വീഴുന്നു. ഈ സമയം നമ്മുടെ വെജീറ്റയെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു, ഇതാണ് എർത്തിന്റെ അവസാനം എന്ന രീതിയിൽ ഗിവ് അപ്പ് ചെയ്ത രീതിയിലാണ് പുള്ളിക്കാരനുള്ളത്. ഗോഹാനാണെങ്കിൽ ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എന്നിട്ട് പോലും ഗോഹാൻ പതിയെ എഴുന്നേറ്റ് നിന്ന് പതിയെ ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു പോസിലൊക്കെ നിൽക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഐസെ പറയും, നിങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എർത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്തായാലും ഒരു തീരുമാനമാക്കും. ഇവിടെ ഗോഹാനെ നോക്കിക്കഴിഞ്ഞാൽ ഗോഹാൻ മുഴുവനായും വീക്കായിട്ടാണ് ഉള്ളത്. ഗോഹാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി അറിയില്ല. ഈ സമയം നമ്മുടെ ഗോഹാൻ മനസ്സിൽ, ഡാഡ് നിങ്ങൾ എവിടെയാണ് ഉള്ളത്, ഇനി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന രീതിയിൽ മനസ്സിൽ ഗോകുവിനോട് പറയുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ഇതേ സമയമാണ് പിന്നെയും നമ്മുടെ സുപ്രീം ഗൈസിനെ കാണിക്കുന്നത്. അവിടെ ഉണ്ടായ ഓൾഡ് ഗായ് പറയും, ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എർത്തിന്റെ കാര്യത്തിൽ വളരെയധികം കഷ്ടത്തിലാണ് ഉള്ളത്, എല്ലാവരും ഇനി മരിക്കാൻ പോവുകയാണ് എന്നും പറയുന്നു. ഈ സമയമായിരിക്കും നമ്മുടെ സുപ്രീം ഗായ് പറയുന്നത്, ഇതിപ്പോൾ അവസാനത്തെ വഴിയാണ്, എങ്ങനെയെങ്കിലും ഗോകുവിനെ തിരിച്ചു കൊണ്ടുവരണമെന്നും പറയുന്നു. എന്നാൽ നമ്മുടെ ഓൾഡ് ഗായ് ആണെങ്കിൽ ഗോകുവിനെ കൊണ്ടുവരാം, പക്ഷേ ഗോകു വന്നു കഴിഞ്ഞാലും ഐസയെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് ഓൾഡ് ഗായ് പിന്നെയും സംസാരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നെയും ഐസയാണ് കാണിക്കുന്നത്. ഐസ ആണെങ്കിൽ ഒരു ഹാൻഡ് ഗണ്ണ് പോലുള്ള ഒരു പോസ് കൊടുത്ത് ഫിംഗർ ബീം അറ്റാക്ക് നമ്മുടെ ഗോഹാന്റെ നേരെ വിടുന്നു. ആദ്യം കാലിലൊക്കെ കൊള്ളും, അതിനുശേഷം ബോഡിയിൽ മുഴുവനായിട്ടും ആ ഒരു അറ്റാക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിടാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഇതൊക്കെ കാണുന്ന പാനിനാണെങ്കിൽ സഹിക്കാൻ കഴിയാതെ പാൻ പറന്നുപോയി ഐസയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. സ്വന്തം ഫാദറിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊരു മകൾക്കും നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പാനാണെങ്കിൽ പറന്ന് അടിക്കാൻ വേണ്ടി അവിടെ എത്തുന്ന സമയത്ത് ഐസെ ഡോഡ്ജായി മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നു. അങ്ങനെ പിന്നെയും പാൻ ഒരു ഫ്ലാഷ് ഐസയുടെ നേരെ വിടുന്നുണ്ട്. എന്നാൽ ഐസയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കുന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു പാൻ ഏറ്റവും ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ജി ഫൈറ്റർ ആണ്. ഇത് കാണുന്ന ഗോഹാൻ ആണെങ്കിൽ, പാൻ നീ ഇവിടെ നിന്ന് വേഗം പോ എന്നും പറയുന്നു, നിന്നെ കൊണ്ട് അവന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ പാനാണെങ്കിൽ ഇവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഐസെ പറയും, നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ട, നീ നല്ലതുപോലെ പേടിച്ചിരിക്കുകയാണ്, നിന്നെ എങ്ങനെ തീർക്കുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഗോഹാൻ അലറിക്കൊണ്ട് പറയും, ഐസെ നീ അതുമാത്രം ചെയ്യരുത് എന്നും പറയുന്നു. ഈ സമയം പാനാണെങ്കിൽ പേടിച്ച് വിറച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മനസ്സിൽ ഗ്രാൻഡ് പ എന്ന് പറയാൻ തുടങ്ങുന്നു, അതായത് നമ്മുടെ ഗോകുവിനെ. ഇതൊക്കെ കണ്ട് ഒരു വശത്ത് സുപ്രീം ഗായ്ക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, വെജീറ്റയ്ക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഗോഹാൻ ആണെങ്കിൽ മുഴുവനായിട്ടും വീക്കായിട്ടാണ് ഉള്ളത്. എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു പവർ പോലും ഇല്ല, എന്റെ മകളെ ഇനി രക്ഷിക്കാൻ കഴിയില്ലല്ലോ എന്ന അവസ്ഥയിലാണ് നമ്മുടെ ഗോഹാൻ നിൽക്കുന്നത്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഐസെ ആ ഒരു ഫിംഗർ ബീം അറ്റാക്ക് പാനിന്റെ നേരെ വിടുന്നു. അങ്ങനെ പാനും താഴെ വീഴുന്നു. ഗോഹാൻ ഓടിപ്പോയി പാനിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് പാനിന്റെ കീ എനർജി ഗോഹാനെ സെൻസ് ചെയ്യാൻ സാധിക്കില്ല. ഗോഹാന്റെ കണ്ണിൽ നിന്നും പതിയെ കണ്ണുനീരൊക്കെ വരാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു നിമിഷം നമ്മുടെ ഗോട്ടനും പറയും, പാനിന്റെ കീ എനർജി സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ പാൻ അവസാനം ഗോഹാനെ വിട്ട് ഇവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഗോഹാനാണെങ്കിൽ തന്റെ മകളെ കയ്യിലെടുത്ത് ആ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ കൊല്ലുമെന്ന് ഐസയോട് ദേഷ്യത്തിൽ പറയാൻ വേണ്ടി തുടങ്ങുന്നു. ഓൾറെഡി നമുക്കറിയാം ഗോഹാൻ സൂപ്പർ സൈൻ 4-ലാണ് ഉള്ളത്. പതിയെ നമ്മുടെ ഗോഹാന്റെ ഓറയൊക്കെ ഇൻക്രീസ് ആവാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ തന്റെ മകൾ മരിച്ച ദുഃഖത്തിൽ ഗോഹാൻ അവിടെ മുഴുവനായും സ്ക്രീം ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ ഒരു സ്ക്രീം ചെയ്യുന്ന ഇമ്പാക്റ്റിൽ അവിടെ ഉണ്ടായ എല്ലാവരും തന്നെ പറന്നു പോകാൻ തുടങ്ങും. ഒരു നിമിഷം ഐസയ്ക്ക് പോലും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും പതിയെ ഗോഹാനെ നോക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഗോഹാൻ സൂപ്പർ സൈൻ 5-ൽ മാറി മരിച്ചുപോയ തന്റെ മകളെയും പിടിച്ച് അവിടെ നിൽക്കുന്നു. ഈ സമയം നമ്മുടെ ഗോടെങ്സ് ഗോഹാന്റെ അടുത്ത് പോയി പാനിനെയും കയ്യിലെടുത്ത്, ഗോഹാനാണെങ്കിൽ ഈ സമയം ഒന്നും തന്നെ സംസാരിക്കുന്നുമില്ല. അങ്ങനെ ഇത് കാണുന്ന നമ്മുടെ ഐസെ ആണെങ്കിൽ ഇവരെ നോക്കി ചിരിക്കാൻ തുടങ്ങും. ഗോഹാനാണെങ്കിൽ മുഴുവനായും ദേഷ്യത്തിലാണ് ഉള്ളത്. അങ്ങനെ ഐസെ പറയും, നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ എത്ര ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്, എന്തായാലും ഈ ഒരു ഫൈറ്റ് നല്ല ഫണ്ണായിരിക്കും എന്നും പറയുന്നു. അപ്പോൾ തന്നെ ഗോഹാനാണെങ്കിൽ ദേഷ്യത്തിൽ, നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്റെ മകളെ കൊല്ലാൻ, നീ എവിടെ പോയാലും നിന്നെ ഓടിച്ചിട്ട് കൊല്ലുമെന്ന രീതിയിലാണ് നമ്മുടെ ഗോഹാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് കാണുന്ന നമ്മുടെ വെജീറ്റയ്ക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും സമയം നമ്മുടെ വെജീറ്റയാണ് പവർഫുൾ എന്ന് കരുതിയിരുന്നത്, എന്നാൽ ഇപ്പോൾ വെജീറ്റയേക്കാൾ പവർഫുൾ ആയി നമ്മുടെ ഗോഹാൻ. അങ്ങനെ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഗോഹാൻ ഐസയ്ക്ക് നോക്കി 2 പഞ്ചും ഒരു കിക്കും അങ്ങ് കൊടുക്കുന്നു. ആ ഒരു സ്പോട്ടിൽ തന്നെ ഐസെ ഇവിടെ താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഗോകു സൂപ്പർ സൈൻ ആയ സമയത്ത് ഫ്രീസ പേടിച്ചൊരു നോട്ടം നോക്കുന്നില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഐസെ ഇവിടെ ഉള്ളത്. അങ്ങനെ സൂപ്പർ സൈൻ 5-ലുള്ള ഈ ഒരു ഗോഹാനെ കാണിക്കുന്നതോടുകൂടി ഈ ഒരു പാർട്ടും ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും പറയുക. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.